onto the stage of Blue Hills Foundation. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ കെ വി ദിനേഷ് കുമാർ, ശ്രീ MLA ജിനീഷ് കുമാർ, വേദിയിലും അല്ലാതിരിക്കുന്ന മറ്റു സുഹൃത്തുക്കളെ കുറിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കളുണ്ട്. വിനീതും ഞാനും മിഥുനും വിനീതിനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ജോബി ചേട്ടനെ പരിചയപ്പെടുന്ന ഒരു 3 വർഷം മുമ്പ് ലോക്ക്ഡൌണിന്റെ സമയത്ത് ദിലീഷ് പോത്തിന് ജിബൂട്ടിയിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ദിലീഷ് ഒരു പ്രാവശ്യം ഭയങ്കര സ്ട്രെസ്ഡായിട്ട് ജിബൂട്ടിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഇനിയും ഒരു 3-4 ആഴ്ച കഴിയും, ലോക്ക്ഡൗൺ ആണ്, ഫ്ലൈറ്റ്സ് ഇല്ല, ഒരാളെ ഞങ്ങളെ സഹായിക്കാൻ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു 3 ദിവസം കഴിഞ്ഞ് ദിലീഷ് വിളിച്ച് പറഞ്ഞു ഒരു മലയാളി ജിബൂട്ടിയിൽ നിന്ന് ആ സിനിമയുടെ എല്ലാ ക്രൂവിനും നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഒരു പ്ലെയിൻ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഒരു പറഞ്ഞു ജോബി പി സാം എന്ന് പറഞ്ഞു. ആ ഫുൾ ക്രൂവിനെ അദ്ദേഹം ലോക്ക്ഡൌൺ സമയത്ത് ജിബൂട്ടിയിൽ നിന്ന് ഇന്ത്യയിൽ കൊച്ചിയിൽ എത്തിച്ചു. അങ്ങനെ ദിലീഷ് വഴിയാണ് ഞാൻ ആദ്യമായിട്ട് ജോബി ചേട്ടനെ പരിചയപ്പെടുന്നത്. ആദ്യം തന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വന്ന് എല്ലാവരും പറയുന്ന കാര്യം നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, ഈ വർഷം ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പറയുന്നത്. ഇദ്ദേഹത്തെ മീറ്റ് ചെയ്തത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പുള്ളി വന്നിട്ട് എന്നോട് പറഞ്ഞത് എന്തെങ്കിലും ഒരു സിനിമ ചെയ്ത് തരണം, എപ്പോഴെങ്കിലും. അപ്പൊ ഞാൻ ചോദിച്ചാൽ എപ്പോഴെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ടൈം ലൈൻ ഒന്നും ഇല്ലേ? ഇല്ല, ഈ സിനിമ എപ്പോഴാണ് സാറിന് ചെയ്യാൻ തോന്നുന്നത് അപ്പൊ ചെയ്താൽ മതി. അങ്ങനെ ഒരു സിനിമ എപ്പോഴെങ്കിലും ആയി വരികയാണെങ്കിൽ എന്നെ വിളിക്കണം. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നമ്മൾ തമ്മിൽ എന്തായാലും ഒരു സിനിമ ഉണ്ടാവും, അത് എപ്പോഴാണ് എന്നോട് ചോദിക്കും, നമ്മൾ തമ്മിൽ എന്തായാലും ഒരു സിനിമ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഈ സൗഹൃദം പല ആവശ്യങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ ആവശ്യം പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ ആവശ്യം അദ്ദേഹം സാധിച്ചു തന്നിട്ടുണ്ട്. കഴിഞ്ഞ 3-4 വർഷം അദ്ദേഹത്തെ കുറച്ചുകൂടെ അറിയാൻ സാധിച്ചു. അതിനേക്കാളൊക്കെ ഒരുപാട് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയത് അദ്ദേഹം പറഞ്ഞു ഞാൻ 5-5.15 ഇവിടെ എത്തിയായിരുന്നു. വീട്ടിലുണ്ടായിരുന്നു. ഒരു 2 മണിക്കൂറോളം അദ്ദേഹം എൻ്റെ കൂടെ ഇരുന്ന് ഫോണിൽ ഇരുന്നിട്ടാണ് പുള്ളി എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്നിടയ്ക്ക് ആരോ വിളിച്ച് പറയുന്നത് ആ സൈഡിലെ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ പുള്ളി അവിടെ നിന്ന് ആരോ വിളിച്ചിട്ട് ആ ലൈറ്റ് ഓൺ ചെയ്യും, ഇപ്പം ഗണേഷ് സാറ് വരും, അവിടെ ലൈറ്റ്സ് ഓൺ ചെയ്യും. അപ്പൊ ഇതെല്ലാം ഒരു ഭയങ്കര പാഷനറ്റ് ആയിട്ട് ഒരു മകൻ അച്ഛന് വേണ്ടി ചെയ്യുന്നതാണ് കാണാൻ പറ്റിയത്. അത് ഭയങ്കര ഒരു സുഖമുള്ള കാഴ്ചയായിരുന്നു. ഒരുപാട് നന്മകളുള്ള ജോലിച്ചായിരുന്നു ഇങ്ങനെ ഒരു സഹായം എനിക്ക് സമ്മാനിച്ചതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ജോലിച്ചാറിന്റെ സുഹൃത്തുക്കളും ഫാമിലി മെമ്പേഴ്സും എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയതിലും ഇവിടെ വരാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അടുത്ത വർഷവും അതിനടുത്ത വർഷവും എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എന്ത് ചെയ്യണമെങ്കിലും ചെയ്യാൻ ഞാൻ അദ്ദേഹത്തിന് വാക്കും കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി. താങ്ക് യു.